അപ്പോൾ അന്നൂസ് കിച്ചൺ സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് ഉള്ളത്, നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് റൂമൊന്നും ശരിയായില്ല, സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വേറെ ഒന്നല്ല, എൻ്റെ കല്യാണത്തിനാണ് ഞാനിവിടെ നാട്ടിലെത്തിയിട്ടുള്ളത്. എൻ്റെ കല്യാണമാണെന്ന് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് റൂമൊന്ന് അറേഞ്ച് ചെയ്യണം. ഇത് ഒരു ദിവസത്തെ വീഡിയോ ആയിരിക്കില്ല, മിക്കവാറും 2-3 ദിവസമായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുക. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എല്ലാം ഡിഫറെൻ്റ് ഉണ്ടാകുക. അപ്പോൾ ഇപ്പം തന്നെ ഒന്നും സെറ്റായിരുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബെഡൊന്നും നമ്മൾ വെച്ചിട്ടില്ല, വാൾറൂബ്സൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പെണ്ണിൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ചത് നമ്മളതെടുത്തിട്ട് കബേർഡിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം, ഓക്കെ? എന്നിട്ട് ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അതും കൂടി ഇതാക്കിയിട്ട് ലാസ്റ്റ് ഫുൾ മേക്ക് ഓവറായിട്ട് എന്താ പറയുക, റൂമിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനീ പറഞ്ഞ പോലെ റൂം റെഡിയാക്കി കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതും കൊണ്ടുവന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ആദ്യം തന്നെ മമ്മീനോട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ കബേർഡ് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പെട്ടി തുറക്കൽ കബേർഡ് ഉദ്ഘാടനം. അപ്പോൾ പെട്ടി തുറക്കലും കബേർഡ് ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് സാധനം കൂടി മമ്മീനോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള എടുത്തു വെക്കലും ഞാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് ടൈം സ്ലാപ്പ് വെച്ചിട്ട് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തതിന്. കാരണം ഞാൻ മെല്ലനെ എടുത്ത് വെച്ച് അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കണ്ട് തീരില്ല എന്തായാലും. അതുകൊണ്ട് ഞാൻ വെച്ച് ടൈം സ്ലാപ്പ് വെച്ചിട്ട് എടുക്കുക വീഡിയോന്ന്. അപ്പോൾ ആദ്യം മമ്മി ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സൈഡ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ടൈം സ്ലാപ്പ് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, 2-3 ദിവസമായിട്ട് ഞാൻ എടുത്ത ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ ബെഡൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ മൂമെൻറ്റും വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടത്. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് വേണ്ടിക്ക് പറയാം. കാരണം നമ്മൾ ആ മൂമെൻറ്റിൽ അത് എൻജോയ് ചെയ്യുമ്പം അതിൻ്റെ നടുക്ക് അവനെ കളിയാക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ ഓരോ നല്ല നല്ല മൂമെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് പകുതി എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ അവൻ്റെ കബേർഡ് അറേഞ്ച് ചെയ്യാണ്. അതായത് നമ്മൾ അനുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സസും പിന്നെ കോസ്മെറ്റിക്സും, അത് അവൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി അറേഞ്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എടുത്തു വെക്കുന്നതിൻ്റെ നടുക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റഡ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കൂടി വേണേ. അതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക വെഡ്ഡിങ് സീസൺ പോലെയാണ് എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസെല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കബേർഡ് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡ് അറേഞ്ച് ചെയ്യാന്ന്. അതിൻ്റെ നടുക്ക് ബെഡ് കൊണ്ട് കട്ടിലിൽ ഇടുന്നതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വർത്താനം പറയും വിഷ്ണുവിനെ കളിയാക്കുന്നതിനൊക്കെ നടുക്ക് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പല മൊമെൻറ്റ്സും അങ്ങനെ എനിക്ക് മിസ്സായിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന് ശേഷം എനിക്ക് ഓർമ്മ വരും, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിരിച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ട് 3 എന്താ പറയുക വാനരന്മാരും കൂടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ ചൊറയാക്കാനും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ നടുക്ക് നമ്മളെ കസിനും താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ വിരിച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വരാമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അതിൻ്റെ നടുക്ക് എന്നെ ചൊറയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ നടുക്ക് എൻ്റെ ക്യാമറേൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് തന്നെ അവന് വർത്താനം പറഞ്ഞു. ഒരിക്കൽ ഞാൻ പറഞ്ഞു മാറ്റി, അവിടുന്ന് മാറി നിൽക്ക്, ഞാൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുണ്ട് മമ്മിയും കൂടി കയറി വന്നിട്ട് വർത്താനം അവർക്ക് ചർച്ചയൊക്കെ നടത്തേണ്ടത് ക്യാമറേൻ്റെ മുമ്പിൽ നിന്നാണ്. അതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ നിന്നൊരു വൻപിച്ച അബദ്ധം പറ്റിപ്പോയി. കാര്യമായിട്ട് താഴേന്ന് എല്ലാവരും വിളിക്കുന്ന ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ഞാൻ താഴേക്ക് വരുന്ന ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ റൂമിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ സത്യം പറയട്ടെ ഗൈസ്, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മഴ പെയ്താൽ
എന്താ സംഗതി ഇത് മനസ്സിലായോ? ഒരു ചെറിയ ആമക്കുട്ടനെ കണ്ടതിൻ്റെ ഒച്ചപ്പാടാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മേലെയുള്ളപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഞാൻ താഴേക്ക് വന്നത്. അതിതാണ് കേട്ടോ. ഇഷ്ടം പോലെ ആമക്കുട്ടികളെ നമ്മളെ മുറ്റത്തുനിന്നും റോട്ടിൽ നിന്നുമായിട്ട് കണ്ടു. വീട്ടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ റോഡ് എന്ന് വേണ്ടിക്ക് പറയാം കേട്ടോ. റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡൊന്നുമല്ല, എൻ്റെ തറവാട്ടിലേക്ക് പോകുന്ന റോഡാണ്. അപ്പം നമ്മളെ വണ്ടികളിലും മുറ്റത്തും ഒക്കെ കുഞ്ഞു കുഞ്ഞു ആമക്കുട്ടികളാണ്. ഈ നടന്നു പോകുന്നത് കണ്ടോ, അത് ആമക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ കുറേ എണ്ണത്തിന് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് വളപ്പിലേക്ക് എറിയാനും എടുത്ത് ഇതാക്കാനൊക്കെ നിന്നു. ആ ഒരു ഒച്ചപ്പാടും ബഹളമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വർത്താനത്തിൻ്റെ വിശേഷവും കസിൻസ് എല്ലാവരും വന്നിട്ടുള്ള വർത്താനും അതിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ റൂം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആക്ച്വലി സോറി, റൂമൊക്കെ നീറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ഞാൻ അപ്കമിങ് വീഡിയോസിൽ റൂമിൻ്റെ ഫുൾ ലുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.